ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം ദിവസമായി. എൻ്റെ മൊബൈൽ ചെറിയൊരു പണി തന്നു, അപ്പോൾ അതുകൊണ്ടാണ്, ക്ഷമിക്കുക. പിന്നെ ഞാനിപ്പോൾ നമ്മുടെ പിക്ചർ കണ്ടതുപോലെ തന്നെ ഓണമൊക്കെ ആയില്ലേ, അപ്പോൾ ഓണത്തപ്പന് മാവേലിത്തമ്പുരാന് നമുക്ക് അട ഉണ്ടാക്കി നേദിക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അട ഉണ്ടാക്കണതാണ് കാണിക്കുന്നത്, നേദിക്കണതൊന്നും കാണിക്കില്ല. ഞങ്ങൾക്കിവിടെ ഓണം ഇല്ലാത്തത് കൊണ്ട് അത് പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് അട എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരാനായിട്ടാണ്. അപ്പോൾ നമുക്ക് പറമ്പിൽ പോയിട്ട് ഇലയൊക്കെ എടുത്തുകൊണ്ട് വരണം. പിന്നെ തുമ്പപ്പൂ ചേർത്തിട്ടാണ് അട, തുമ്പപ്പൂ അട. അതാണ് മാവേലി തമ്പുരാന് നേദിക്കണത്. അപ്പോൾ ആ തുമ്പപ്പൂ ഒക്കെ എടുത്തിട്ട് തുമ്പക്കുടം ഇങ്ങനെ അതിൻ്റെ തുമ്പിങ്ങനെ ഒന്ന് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറയും ഞൊറിഞ്ഞെടുക്കുക എന്നാണ് പറയുക. തുമ്പക്കുടം ഞൊറിഞ്ഞെടുക്കുക എന്നാണ് പറയുക. അങ്ങനെ ഞൊറിഞ്ഞെടുത്ത് അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് പൊടിയെടുക്കുക. ഒരു ഗ്ലാസ്സോ അതിന് മേലെ ആവശ്യത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ് പൊടിയെടുക്കുക. അതിലേക്ക് നല്ല നാളികേരത്തിൽ യാതൊരു അതിൻ്റെ ആ കറുത്ത ഭാഗമൊന്നും വീഴാതെ വേണം മാവേലി തമ്പുരാനുള്ള അട നേദിക്കാനായിട്ട്. അപ്പോൾ അതിൽ ചേർക്കാനുള്ള നാളികേരവും ഒക്കെ നല്ല വൃത്തിയുള്ളതായിരിക്കണം. അതുപോലെ അതിൽ നല്ല പൊടിയിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ആ പൊടിയിൽ ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ഗ്ലാസോളം വെള്ളം നമ്മൾ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അതിൽ കുറേശ്ശെയായി ചേർത്ത് ഇങ്ങനെ കുഴച്ചിട്ട് ഇതിങ്ങനെ അമ്പിളി വട്ടത്തിൽ പരത്തിയെടുക്കണം. അതാണ് അങ്ങനെ പരത്തിയെടുക്കുന്ന നല്ല ഷേപ്പൊത്ത അടയായിരിക്കണം. അത് എന്നിട്ട് വേറൊരു ഇല വെച്ച് അതുകൊണ്ട് മൂടി നമുക്ക് ഒരു പാനിലോ ഓട്ടുകലത്തിലോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോഴും ഒട്ടും കരിയാനൊന്നും പാടില്ല, കറുത്ത കളറൊന്നും വരാൻ പാടില്ല. അങ്ങനെ അത് ഒരു പ്ലേറ്റിലാക്കി അങ്ങനെ നേദിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ഭംഗിക്ക് എടുത്തതാണ്. ഒരു പ്ലേറ്റിലെ ഇലയിലൊക്കെ വെച്ചിട്ടാണ് ഭഗവാൻ നേദിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇനി മറ്റൊരു തരത്തിൽ ഞാൻ കാണിച്ചു തരാം. മറ്റൊരു തരത്തിൽ ഓരോ നാട്ടിലും ഓരോ ചിട്ടകളാണല്ലോ. അപ്പോൾ ചിലയിടങ്ങളിൽ നേരത്തെ കാണിച്ചതുപോലെയുള്ള വട്ടത്തിലുള്ള അടയാണ്. അതിൽ നാളികേരവും തുമ്പപ്പൂവും നേരിട്ട് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. ചില നാടുകളിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്നത് പോലെ മധുരം വെച്ച് ഇലയട ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ തന്നെ മധുരമൊക്കെ ചേർത്തിട്ട് നാളികേരവും ശർക്കരയൊക്കെ വിളയിച്ചെടുത്ത് അങ്ങനെയാണ് അട ഉണ്ടാക്കുക. അപ്പോൾ അതും നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിലൊരു പാൻ വെച്ച് അതിലല്പം നെയ്യ് ഒഴിച്ച് ശർക്കര, ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ശർക്കര പൊടിയാണ്, അതാണ് ഇത്ര ഡാർക്ക് കളറായിട്ട് തോന്നുന്നത്. അതിലേക്ക് നമ്മുടെ നാളികേരം ആവശ്യത്തിന് നാളികേരം ചേർത്ത്, നാളികേരത്തിൽ കൂടുതൽ കിടന്നോട്ടെ, അപ്പം മധുരം കൂടും, നമ്മുടെ അടയ്ക്ക് നന്നായി ഫില്ലിങ് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക, ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തെടുത്തതും കൂടി ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിന് ഈ ഫില്ലിങ്ങിന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഇത് അട വേവിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. നമ്മൾ ഏലക്കായ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ കുരു മാത്രം എടുക്കണേ. പിന്നെ ജീരകവും കൂടെ തൊലി അങ്ങോട്ട് കളഞ്ഞേക്കുക, അതിൻ്റെ കുരു മാത്രം എടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഏലക്കായയിൽ അധികം വിഷം അടിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്, നമ്മൾ നല്ലത് മാത്രം കഴിച്ചാൽ പോരെ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരു മാത്രം എടുത്ത് ഏലക്കായയും ജീരകം കൂടെ പതുക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഈ കുട്ടി വെച്ചിരിക്കുന്ന വിളയിച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൽ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫില്ലിങ്ങിന് നല്ലൊരു മണവും സ്വാദും കൂടും. പിന്നെ നമുക്ക് ഒരു 1.5 ഗ്ലാസ് പൊടി എടുക്കുക. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. അടയുടെ എണ്ണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പൊടി കൂടുതൽ എടുക്കാം. ഞാനിപ്പോൾ 1.5 ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം എപ്പോഴും ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് ഈ ഉപ്പ് ചേർക്കില്ല. മാവേലി തമ്പുരാന് നേദിക്കുന്ന അടയിൽ ഉപ്പ് ചേർക്കില്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ അത് അല്ലാതെ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നമ്മൾ നേദിക്കാനായിട്ട് വെക്കുന്നതിൽ ഉപ്പ് ചേർക്കാറില്ല. പിന്നെ നന്നായി ഇതുപോലെ നമ്മൾ വിളയിച്ച് വെച്ചിരിക്കുന്ന നാളികേരമൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇലയൊക്കെ നേരത്തെ ഒരുക്കി വയ്ക്കണം. ഇലയൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി എടുത്തു വയ്ക്കുക. അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചില്ലേ, അരിമാവ് കുഴച്ച് വെച്ചില്ലേ, അത് ചെറിയ ഉരുളകളാക്കി ഓരോ ഇലയിലും വെച്ച് നന്നായി പരത്തിയെടുക്കുക. പരത്തുമ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് അല്പം വെള്ളം ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് അല്പം വെള്ളം അതിൽ തൊട്ടിട്ട് പരത്തുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാനും പറ്റും. നല്ല ഷേപ്പിൽ പരത്തിയെടുക്കുക, നല്ല വട്ടത്തിൽ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഫില്ലിങ് ചേർക്കുക.
കനം കുറച്ച് പരത്തിയെടുക്കുന്നവരുണ്ട്, ഇത്തിരി കനത്തിൽ പരത്തിയെടുക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പൊട്ടാതിരിക്കണമെങ്കിൽ അല്പം കനത്തിൽ തന്നെ പരത്തിയെടുക്കുക. ഇനി അതല്ല, നമുക്ക് കനം കുറച്ച് പരത്തിയെടുക്കണമെങ്കിലും അരികു വശങ്ങൾ നന്നായി ഒട്ടിച്ചാൽ മതി. ഫില്ലിങ് ചേർത്ത് മടക്കി എടുക്കുമ്പോൾ നന്നായി ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. നന്നായി ഇങ്ങനെ ഫില്ലിങ് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്ത് ഒരു 3 ടീസ്പൂൺ ഞാൻ ഫില്ലിങ് അതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ മടക്കി ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ പിന്നെ അത് പൊട്ടിപ്പോവില്ല. ഇതുപോലെ അടുത്തത് അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ പരത്തിയെടുത്ത് ഫില്ലിങ്ങൊക്കെ വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കുക. മടക്കി സൈഡൊക്കെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവാതെ തന്നെ കിട്ടും നമുക്ക്. ഇതുപോലെ നല്ല ഷേപ്പിൽ വേണം നമ്മൾ നേദിക്കാനുള്ള അടയൊക്കെ ഒരുക്കാനായിട്ട് കേട്ടോ. അത് പരത്തണമെന്ന് കണ്ടെന്നല്ല, ഞാൻ ആദ്യം പരത്തിയതിന് അത്ര ഷേപ്പ് പോരായിരുന്നു. ഇത് ഞാൻ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഫില്ലിങ് സ്പൂൺ കൊണ്ട് ചേർത്ത് കൊടുക്കുന്ന അപ്പം നമ്മുടെ കയ്യിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കില്ല. പുതിയ ഓരോ അട ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ പിന്നെ അത് ഓരോ പ്രാവശ്യം നമ്മൾ കൈ കഴുകാൻ നിൽക്കണം. അതങ്ങനെ മടക്കി എടുത്തിട്ട് നമ്മൾ സ്റ്റീമറിൽ വെള്ളമൊക്കെ വെച്ച് വെള്ളം തിളച്ച് തുടങ്ങി ആവി വന്നു തുടങ്ങുമ്പോൾ നമ്മുടെ ഈ അട അതിൽ വെച്ച് വേവിച്ചെടുക്കാം. കുറേശ്ശെയായിട്ട് വെച്ച് വേവിച്ചെടുക്കണം. എണ്ണം കൂടുതലുണ്ടെങ്കിൽ ഒന്നിൽ വേറെ തട്ട് വെച്ചിട്ട് അതിൻ്റെ മീതെ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് അങ്ങനെ കിടന്ന് വേവട്ടെ. അതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അട ഇതുപോലെ ഇങ്ങനെയായിട്ട് കിട്ടും. കാണാൻ നല്ല ഭംഗിയുള്ള അടയായിട്ട്. അപ്പോൾ ചിലയിടങ്ങളിൽ ഇങ്ങനെയാണ് ഭഗവാൻ അട നേദിക്കുക, ഉള്ളിൽ മധുരമൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഇലയുടെ രൂപത്തിൽ. ചിലയിടത്ത് ഇതുമാതിരി ചുട്ടെടുക്കും, പുഴുങ്ങിയതല്ലാതെ ആവിയിൽ വേവിക്കുന്നതല്ലാതെ ചുട്ടെടുക്കുന്നതുണ്ട്. അപ്പോൾ ചുട്ടെടുക്കുന്ന രീതിയിലുണ്ട്. അത് ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ച പോലെ ഓട്ടടയായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള അടയിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ നാട്ടിൽ ഏതാണോ ഉള്ളത് അതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ശരി, എല്ലാവർക്കും ഹാപ്പി ഓണം.